മണ്ണിന്റെ മണമുള്ള കഥകളിലൂടെ മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നടത്തിയ തകഴി ശിവശങ്കരപ്പിള്ള വിടവാങ്ങിയിട്ട് 1/4 നൂറ്റാണ്ട്. കുട്ടനാടിന്റെ ഇതിഹാസ കഥാകാരനായ തകഴിയെ കേരള മോപ്പസാങ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാൽപ്പനിക ആവിഷ്കാരങ്ങളെ മാത്രം സ്വീകരിച്ചിരുന്ന മലയാള സാഹിത്യത്തെ ജീവിതത്തിന്റെ പച്ചയായ വഴികളിലൂടെ കൈപിടിച്ചു നടത്തിയ എഴുത്തുകാരിൽ മുൻപന്തിയിലാണ് തകഴി. അനുഭവങ്ങളുടെ മടവെള്ളപ്പാച്ചിലിനെ അദ്ദേഹം എഴുത്തിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു. മണ്ണിനോട് മല്ലടിക്കുന്ന ഗ്രാമീണ മനുഷ്യരുടെ കഥകൾ പറഞ്ഞ തകഴിക്ക് 1987 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 600-ലേറെ കഥകൾ, 30-ലേറെ നോവലുകൾ, ആത്മകഥാപരമായ 3 കൃതികൾ, ഒരു ജീവചരിത്രം, 2 നാടകങ്ങൾ, ഒരു യാത്രാവിവരണം എന്നിവയെല്ലാം അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവന. പി കേശവദേവ്, പൊൻകുന്നം വർക്കി, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരുടെ സമകാലികനായിരുന്നു. പ്രസിദ്ധ കഥകളി നടൻ ഗുരു കുഞ്ചുകുറുപ്പ് അദ്ദേഹത്തിന്റെ പൃഥു സഹോദരനായിരുന്നു. തകഴി സ്കൂളിലായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം. പിന്നീട് തിരുവനന്തപുരം ലോ കോളേജിൽ പ്ലീഡർഷിപ്പിന് ചേർന്നു. പഠിക്കുന്ന കാലത്ത് എഴുതി അയച്ച പല കഥകളും പ്രസിദ്ധീകരിക്കാതെ മടങ്ങിവന്നുവെന്ന് തകഴി തന്നെ എഴുതിയിട്ടുണ്ട്. 17-ാം വയസ്സിലാണ് ആദ്യ കഥ സാധുക്കൾ പ്രസിദ്ധീകരിക്കുന്നത്. 22-ാം വയസ്സിൽ ത്യാഗത്തിന് പ്രതിഫലം എന്ന ആദ്യ നോവലും. ലോ പഠനകാലത്ത് കേസരി എ ബാലകൃഷ്ണപിള്ളയെ പരിചയപ്പെട്ടതാണ് സാഹിത്യത്തിലെ വഴിത്തിരിവായത്. അമ്പലപ്പുഴ മുൻസിഫ് കോടതിയിലെ വക്കീൽ ജോലിക്കിടെ അടുത്തറിഞ്ഞ കടൽ തൊഴിലാളികൾ അടക്കമുള്ളവരുടെ ജീവിതമാണ് തകഴി മിക്ക രചനകളും വിഷയമാക്കിയത്. ചെമ്മീൻ എന്ന നോവലിലൂടെ തകഴി ആഗോള പ്രശസ്തനായി. പിന്നീട് ചെമ്മീൻ എന്ന പേരിൽ തന്നെ നോവലിനെ അടിസ്ഥാനമാക്കി 1965 രാമു കാര്യാട്ട് സിനിമ ഇറക്കി. രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, കയർ എന്നീ നോവലുകൾ ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തോട്ടിയുടെ മകൻ, അനുഭവങ്ങൾ, പാളിച്ചകൾ തുടങ്ങി 39 നോവലുകൾ രചിച്ചു. വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്നായി പരിഗണിക്കപ്പെടുന്നു. 1999 ഏപ്രിൽ 10 മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ തകഴിയിലെ തറവാട്ടു വീട്ടിൽ അന്തരിച്ചു. റിസർച്ച് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.